കൂടി ടെക്നോ വോയിലേക്ക് സ്വാഗതം. നാം ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ടിരിക്കാറുണ്ട്. നമ്മുടെ മൊബൈലിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനും എത്ര സമയമാണ് യൂസ് ചെയ്യുന്നത്, എത്ര സമയമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്ന് ക്വാളിറ്റി ടൈം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് കിട്ടുക. ഇതിൽ ഞാൻ യൂസ് ചെയ്ത സമയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ 22 minutes 40 seconds ഒക്കെ എന്നുള്ള രൂപത്തിൽ വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ആപ്പ് യൂസേജ് എന്നുള്ള സമയത്ത് 28 മിനിറ്റാണ് നാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത്. ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫ്രീക്വൻസി 15 times. സ്ക്രീനുള്ള ഇന്ന് 21 പ്രാവശ്യമാണ് ഞാൻ സ്ക്രീൻ അൺലോക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ വാട്സപ്പിൽ എത്ര സമയമാണ് എന്നിരുന്നത്, ഫേസ്ബുക്കിൽ എത്ര സമയമാണ് നമ്മൾ ചിലവഴിച്ചത്, ഇത് മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിന് മുകളിൽ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡെയിലി യൂസേജ് എത്ര സമയമാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്തത് ആൻഡ്രോയിഡ് മണി എന്ന ആപ്ലിക്കേഷനാണ് 9 മിനിറ്റ്, വാട്സപ്പ് 3 മിനിറ്റ്, സാംസങ് തീംസ് 2 മിനിറ്റ്, ഫേസ്ബുക്ക് 1 മിനിറ്റ്, സെറ്റിങ്സ് 1 മിനിറ്റ്, ഗൂഗിൾ പ്ലേ സ്റ്റോർ 1 മിനിറ്റ്. ഇങ്ങനെ ഇന്നത്തെ ഓരോ ദിവസത്തെയും നമുക്ക് എത്ര സമയമാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇട്ടുന്നത് എന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ഇതിലൊക്കെ ഇന്ന് ഒരുപാട് ദിവസം മുന്നേ ഇൻസ്റ്റാൾ ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ജനുവരി 17 ഇന്നലെ ജനുവരി 17 നാം 2 മണിക്കൂർ 31 മിനിറ്റും ഫേസ്ബുക്കിൽ ചിലവഴിച്ചു. 24 മണിക്കൂറുള്ളത് 2 മണിക്കൂറും 31 മിനിറ്റും, വാട്സപ്പിൽ 1 മണിക്കൂറും 57 മിനിറ്റും, യൂട്യൂബിൽ 1 മണിക്കൂറും 10 മിനിറ്റും. ഇങ്ങനെ ഓരോ ദിവസത്തെയും കണക്കുകൾ നമുക്ക് കിട്ടും. നോക്കുക, മറ്റൊരു ജനുവരി 17 കണക്ക് തന്നെയാണത്. ഇനി 16 കണക്ക് നോക്കിയാൽ നോക്കൂ, അങ്ങനെ ഓരോ ദിവസത്തെയും നമ്മൾ എത്രയാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ സെറ്റിങ്സിൽ 20 മിനിറ്റ്, കോൺടാക്ട്സ് 13 മിനിറ്റ് യൂസ് ചെയ്തു, ഡോ ആപ്ലിക്കേഷൻ 13 മിനിറ്റ് യൂസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈലിലുള്ള ഓരോ ആപ്ലിക്കേഷനും നമ്മൾ എത്ര സമയം വെച്ച് ഉപയോഗിച്ചു. ഇനി നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനും അതിൽ കാണാൻ സാധിക്കും. നോക്കുക, ഇത്തരം ആപ്ലിക്കേഷനൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. മുകളിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ എത്ര സമയമാണ് ഓരോ ദിവസവും നമ്മൾ വാട്സപ്പിൽ ആവശ്യമില്ലാതെ, പലപ്പോഴും നമ്മൾ വാട്സപ്പ് ജസ്റ്റ് തുറന്നിടുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ജസ്റ്റ് അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇത്രയും സമയം നമ്മൾ ആവശ്യമില്ലാതെ രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാനും നമ്മുടെ സമയങ്ങൾ നമുക്ക് ക്രമീകരിക്കാനും ഒക്കെ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഓരോ ദിവസത്തെയും നമുക്ക് കഴിഞ്ഞു പോയ ദിവസത്തെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും ഇതിലിടുന്നതാണ്. നമ്മൾ ഇതിൽ നോക്കുക, ടൈം ബേസ് ചെയ്തിട്ടുള്ള ഏത് സമയത്താണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചത്, എത്ര സമയം മുതൽ എത്ര സമയം വരെ, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓരോന്നും നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നമ്മൾ ഇത്രയും ആണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തും.